ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. ഇന്ന് നമുക്കൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇൻഫാക്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം വേറൊന്നുമില്ല. അടുത്ത ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു കൊളീഗ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾക്ക് സാരി ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാമോ, അവൾ സാരി കൊടുക്കണേ, അപ്പോൾ സാരി ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇന്നലെ എനിക്ക് സാരി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പ്രീ പ്ലീറ്റ് ചെയ്ത് നമ്മൾ അവൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, അതാണ് സത്യം. അപ്പം നമുക്കത് തുടങ്ങിയാലോ? ഞാൻ സാരി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവൾ ഇന്നലെ തന്നപ്പോൾ അവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ അളവും ഷോൾഡറിൻ്റെ ലെങ്ത്തും ഒന്ന് എന്തെങ്കിലും ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ് നമുക്ക് നോക്കാം. സോ ഇതാണ് അവളുടെ സാരി. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലോയി സാരി. ഇപ്പം നമുക്ക് ഓണത്തിന് മാത്രമൊന്നുമല്ല, അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ വന്നാൽ വേണമെങ്കിൽ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ് അവളുടെ. അപ്പോൾ അവൾ എന്താ നമുക്ക് ചെയ്ത് തന്നേക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ദേ അവളുടെ പ്ലീറ്റ്സിൻ്റെ അളവ് ദേ അവളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ അളവ് ഇവിടെ വെക്കുന്നതിൻ്റെ അളവ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യെസ്, നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സും ഇതുപോലെ അളവിനുള്ളത് അവൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഫ്ലീറ്റ് എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങേണ്ടത്. നമുക്ക് തുടങ്ങിയാലോ? സോ പ്രീ പ്ലീറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ്. അതിപ്പോൾ അവൾ ഓൾറെഡി നമുക്ക് ചെയ്ത് തന്നേക്കണോണ്ട് നമുക്കിനി അതിനകത്ത് കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കണേന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് വെറുതെ പറയാം. നമ്മൾ ഉടുക്കുന്ന ഭാഗം ആദ്യം ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പം എനിക്ക് പിൻ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒന്ന് സപ്പോസ് ഓക്കെ, എൻ്റെ ഇവിടെ ഒരു കെട്ടുണ്ട്, നമുക്ക് ആ കെട്ടിന് തൽക്കാലം അണ്ടർസ്കേർട്ട് ആക്കാം. ഓക്കെ, ഈ കെട്ടിൻ്റെ ഭാഗം ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് ഇത് പയ്യെ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബെല്ലി ബട്ടൻ്റെ അളവ് ഇതായിരിക്കും. അവിടെ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഇത് വേണം, ഒരു ഇത്തിരി ഇങ്ങോട്ടാക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫ്ലീറ്റ് എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അളവെടുക്കുമ്പോൾ ആദ്യം ഞാനിത് ഊരാത്തത് വരുന്നത് കൊണ്ടല്ല, അവൾ ഓൾറെഡി അവളുടെ മാർക്കിങ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഊരി കാണിച്ചു തരാൻ പറ്റാത്തത്. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആദ്യം ഒരു പിന്നു കുത്തുക. നമ്മുടെ ബെല്ലി ബട്ടൺ കഴിഞ്ഞ് ഒരു ഇഞ്ച് കഴിയുമ്പോൾ ഒരു പിന്നു കുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ആസ് യൂഷ്വൽ സാരി ഉടുക്കുന്ന പോലെ ഇത് ഫ്രണ്ടിൽ വിടുക. നമ്മളിപ്പോൾ അവിടെ ഒരു പിന്നേ കുത്തിയിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ വിടുക, തിരിച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പല്ലുവിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് ഇവിടെ വെച്ചിട്ട് നമ്മൾ നോക്കുക. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് പല്ലു ലെങ്ത് എന്ത് വേണം എന്നുള്ളത് നോക്കുക. ഈ നമ്മൾ പിൻ ചെയ്യുന്ന ബ്ലൗസിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പിന്നും കൂടെ കുത്തുക. മനസ്സിലായില്ലേ? അങ്ങനെ കുത്തിയിട്ട് അവിടുന്ന് നമ്മൾ ആസ് യൂഷ്വൽ എടുക്കുന്ന പോലെ ഇങ്ങോട്ട് എടുക്കത്തില്ലേ, ഇവിടെ എടുത്തിട്ട് ഈ ഭാഗം ഇവിടെ വരുമ്പോഴാണ് നമ്മളിങ്ങനെയാണല്ലോ സാരി ടക്കിങ് ചെയ്യുക. ഈ ഭാഗത്തിൻ്റെ അവിടെയും കൂടെ ഒരു സേഫ്റ്റി പിൻ കുത്തുക. സോ അങ്ങനെ മൊത്തം നമ്മൾ മെഷർമെൻറ്റിന് 3 സേഫ്റ്റി പിന്നാണ് കുത്തുക. ഒന്ന് പ്ലീറ്റ് തുടങ്ങുന്ന ഭാഗത്ത്, അതെന്ന് പറയുന്നത് ബെല്ലി ബട്ടൺ കഴിഞ്ഞ് 1 ഇഞ്ച് അപ്പുറം. രണ്ടാമത് പ്ലീറ്റ് നമുക്ക് എവിടെ എൻഡ് ചെയ്യണം അവിടെ. മൂന്നാമത് നമ്മുടെ പല്ലുവിൻ്റെ ബ്ലൗസിൽ നമ്മൾ പ്ലീറ്റ് ചെയ്യണത്. അങ്ങനെ 3 പ്ലീറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി പരിപാടി തുടങ്ങിയാലോ? ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല്ലുവിൻ്റെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഏകദേശം അവരവർക്ക് എത്രയാണോ ആ ഫ്രണ്ട് പ്ലീറ്റ് വേണ്ടത് ആ ഒരു അളവിൽ എടുക്കുക. ഞാനൊക്കെ ഉടുക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ് അവർക്ക് എടുക്കുന്നത്. കണ്ടോ? അപ്പം നമ്മൾ പ്ലീറ്റ്സ് എടുത്തു. ഇനി ഇതുപോലെ ടേബിളോ എന്തെങ്കിലും ഒരു സർഫസിൽ ഇത് വെച്ചിട്ട് ഇതാദ്യം എല്ലാം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മളിവിടെ ഒരു പിന്ന് സെക്യൂർ ചെയ്യുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ടേബിൾ ഉണ്ടെങ്കിൽ ടേബിള്,
അല്ല ബെഡാണ് കൺവീനിയൻ്റ് എങ്കിൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ഈ ഫ്ലീറ്റ് ഇതുപോലെ ടേബിളിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ സാരി പിന്നുന്നോ അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, സാരി ക്ലിപ്പെന്നാണെന്ന് തോന്നുന്നു. ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പം ഞാൻ ഇതാണ് ഇടണേ. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഞാൻ അതിൻ്റെ പൊക്കത്ത് ഇടുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ചില സാരികൾ ഇങ്ങനെ നൂല് വലിയും, അപ്പം പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇടുന്നതാണ് സേഫ്. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഇത് കണ്ടോ, ഇതിനി ഇവിടുന്ന് അനങ്ങില്ല. ഇതുപോലെ ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ ഫ്ലീറ്റ് എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ പിൻ ചെയ്യാം. അത് കഴിഞ്ഞ് ദേ നമ്മുടെ കൈയാണ് ഇത് കണ്ടോ, നമ്മൾ കൈ ഇങ്ങനെ 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 അപ്പം നമ്മൾ ഫ്ലീറ്റ് എടുത്ത പോലെ ഇത് വരും. ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും പ്ലീറ്റ് എടുത്ത് ആദ്യം കൈ കൊണ്ട് ഒന്നിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അയൺ ചെയ്യണം എങ്ങനെയാണെന്നാണ്. അപ്പം ഞാൻ ആ പ്ലീറ്റ് ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇത് കണ്ടോ, ഇത്രയും ഭാഗം പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ പിന്നിൻ്റെ ഇവിടെയാണ് അവളുടെ ഷോൾഡർ ഇത് വരുന്നത്. സോ അത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് പ്ലീറ്റ് എടുത്തിട്ട്, പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇപ്പുറത്തെ ഭാഗത്തെ പ്ലീറ്റുകൾ ഒരിക്കലും ഈ ഫസ്റ്റ് ഫ്ലീറ്റിനെ പുറത്തേക്ക് വരാണ്ട് ശ്രദ്ധിക്കുക. അപ്പം കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും. നമുക്കിതൊന്ന് അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കാം. മറ്റേ സ്റ്റീമർ അയൺ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധാരണ അയൺ ബോക്സ് ആണുള്ളത്. എന്തായാലും വിരോധമില്ല, നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഇടുമ്പോൾ ഒരു കാര്യം മാത്രം സൂക്ഷിക്കുക, സിൽക്കിലിട്ടിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അയൺ ബോക്സിൽ ഏറ്റവും കുറവ് ചൂട് വരുന്നത് ഏതിലാണോ അതിട്ടിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഈ വരയെടുത്ത് വെച്ച ഭാഗത്ത് നല്ല നീറ്റായിട്ട് അയൺ ചെയ്യാം. നമ്മൾ ഈ ഷോൾഡർ വരയ്ക്കുള്ള ഭാഗം അയൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഈ ഭാഗത്തുള്ള ഫ്ലീറ്റ്സ്. സോ ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ ഫ്ലീറ്റ് വരുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ പയ്യെ പയ്യെ നീക്കി കൊടുക്കുക. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക. അപ്പം ഓരോരുത്തർക്കും ഇവിടുത്തെ ഒരു വിത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അവരവരുടെ വിത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഒരു ഏകദേശ ഊഹത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് അയൺ ചെയ്യുന്നില്ല, ഈ ഭാഗം മാത്രം അയൺ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടു, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പല്ലു ചെയ്യാൻ പോകാം. ഇപ്പോൾ അവൾ തന്നേക്കണ അളവ് ഇത് കണ്ടോ, ഒരു പിന്ന് സ്റ്റാർട്ടിങ് പിന്ന് എൻഡിങ് പിന്ന്, ഇതിൻ്റെ ഇടയിലാണ് നമുക്കിനി പ്ലീറ്റ്സ് എടുക്കാനുള്ളത്. നമുക്ക് പ്ലീറ്റ്സ് എടുത്തു തുടങ്ങാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഞാൻ ഫോളോ ചെയ്യുന്ന ട്രിക്കാണ്, അതെല്ലാവർക്കും ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും എടുക്കുന്ന ആദ്യത്തെ ഫ്ലീറ്റ് കുറച്ച് വലുതാക്കിയാണ് എടുക്കുക. ഫ്രണ്ട് ഫ്ലീറ്റ് വേണ്ട രീതിയിലെടുത്ത് നമ്മളിങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ഇഞ്ച് വെച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കാം. കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ പരന്ന് കിടക്കണതാണ് നല്ല ഭംഗിയല്ലേ. അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ശരിയാണെന്ന് വിചാരിക്കാം. ഇതെല്ലാം ഇങ്ങനെ ലെയർ ബൈ ലെയറായി ഇങ്ങനെ നമുക്കിവിടെ ഒരു പിന്നു കുത്തി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് വെച്ച് ക്ലിപ്പ് ചെയ്യും. ഫ്രണ്ടിലെ പല്ലു എടുക്കുന്ന പോലെ ഇവിടെ എടുത്തിട്ട് അത് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടി ചെയ്യാം. എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പരിപാടി നടക്കും. ഞാൻ വലിയ പ്രോയൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയാണല്ലോ പഠിക്കണേ. അതുകൊണ്ട് ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന വഴികൾ അറിയായിരിക്കും. എനിക്ക് വെല്ലം കൂടും, നല്ല കാര്യം. ഇതിപ്പോൾ എനിക്ക് ഈ മെത്തേഡിൽ ചെയ്യാനാണ് അറിയുള്ളൂ. കണ്ടോ, നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ചെയ്ത് സെറ്റാക്കി. ഇപ്പം നമുക്ക് പയ്യെ തേച്ച് തുടങ്ങാം. എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ
അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫോൾഡ് വന്നാൽ പിന്നെ ഭയങ്കര പാടാണ് അത് നമുക്ക് മാറ്റി ചെയ്യാനായിട്ട്. താഴത്തേക്ക് ഇതുപോലെ അയൺ ചെയ്തെടുക്കുക. സോ കണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലെ പ്ലീറ്റ്സും എടുത്തു, പല്ലുവിൻ്റെ പ്ലീറ്റ്സും എടുത്തു. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് അവർക്ക് കൊടുക്കാം. എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഞാനൊന്ന് ഓടിച്ചിട്ട് ഇവിടേക്കൊന്ന് തേച്ച് കൊടുത്തേക്കാം. ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നവർക്ക് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചിരി തന്നെ ഉണ്ടാവും. എന്താ ഈ കാണിക്കണേന്ന്. നമുക്കിതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ഇതിൻ്റേതായ ഒരു അൺപ്രൊഫഷണലിസമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അത്രയും ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തു. അതെ, നമ്മൾ ആ പ്ലീറ്റിൻ്റെ ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പുറത്തുനിന്നും അതേപോലെ ഫോൾഡ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ പ്ലീറ്റ് എടുത്ത് വെച്ച ഭാഗം ചീത്തയായി പോകും. അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. ഇനി നമ്മൾ പ്ലീറ്റ് എടുത്ത ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ കണ്ട് ദയവ് ചെയ്ത് ആരും ഫോൾഡ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെയൊന്നും അല്ല ഫോൾഡ് ചെയ്യേണ്ടത്. എനിക്ക് ഫോൾഡ് ചെയ്യാൻ അറിയില്ല ഗൈസ്. പക്ഷെ ഇതിപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചുളുങ്ങാണ്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ എൻ്റെ ഇൻറ്റൻഷൻ. നമ്മൾ പ്ലീറ്റ് എടുത്ത ഭാഗം ഇങ്ങനെ വയ്ക്കാം. ഇത് നമ്മൾ തേച്ചിട്ടില്ലല്ലോ, അതാണ് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ റഫ്ലിയാണ് തേച്ചേക്കണം. കാരണം അവളുടെ വിട്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഞാൻ റഫായിട്ടാണ് അവൾക്ക് തേച്ചേക്കണം. അതാണ് ഈ ഭാഗം ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് ഏകദേശം നമുക്ക് ഈ പ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു രൂപത്തിലൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കണം. കണ്ടോ, ഇവിടെ എന്തായാലും നീറ്റായിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം നമ്മൾ തേച്ചോണ്ടാണ് ഈ ഭാഗം നല്ല ക്ലീൻ ആയിട്ട് വന്നേക്കണം. കണ്ടോ, വെക്കാൻ നിവൃത്തിയില്ല. വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം. അടിയിലേക്ക് വെച്ച് ഇങ്ങനെ വെച്ചാൽ ഏകദേശം നമുക്ക് പ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന അവസ്ഥയെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ യൂഷ്വലി തന്നെ ഉടുക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ വേറൊരാൾക്ക് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് അവൾ ഉടുത്തിട്ട് അവളുടെ റിവ്യൂ എന്താണെന്ന് ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവളോട് നേരിട്ട് റിവ്യൂ പറയാം. ഇല്ലെങ്കിൽ അവളുടെ റിവ്യൂ ഞാൻ നിങ്ങളോട് പറയാം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി സാരി പ്ലീറ്റ് ചെയ്തു. ഇനി ഇതിപ്പോൾ അവൾക്ക് സ്വിഗ്ഗി ചെയ്ത് കൊടുത്തേക്കാം. അവൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കാം അല്ലേ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊടുക്കാനാണെങ്കിലും നല്ല നീറ്റായിട്ട് കൊടുത്ത് നിൽക്കുമ്പോൾ 2 ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. സോ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി കേട്ടോ. അവളുടെ റിവ്യൂ എനിക്ക് നേരിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഉടുത്ത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ അവളും പറഞ്ഞു പെട്ടെന്ന് ഉടുക്കാൻ പറ്റി, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പം എന്താ ശരി, ഓക്കെ കേട്ടോ. ശരിക്കും ബൈ.